പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സഹോദരൻ ജംഷീൽ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കും എന്ന വളരെ മൂർത്തമായ രാഷ്ട്രീയ കൃത്യതയുള്ള ഒരു മുദ്രാവാക്യത്തെ മുൻനിർത്തിയാണ് ഇവിടെ ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഇന്ന് അത് റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ 74ാമത്തെ വർഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിന് ഒരു രീതിയുണ്ട്, നമുക്കതറിയാം. പക്ഷേ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ആ പരമ്പരാഗതമായ രീതി പിന്തുടരാനല്ല തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ സമ്മേളനം. ഇവിടെ റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുമ്പോൾ പതാക ഉയർത്തലും പായസം വിളമ്പലും ഒക്കെയുള്ള ഒരു പരമ്പരാഗതമായൊരു രീതിയുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ അസ്ഥിവാരം തന്നെ തോണ്ടുന്ന നടപടികളുമായി ഈ രാജ്യത്ത് സംഘപരിവാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റിപ്പബ്ലിക്കിനെ തകരാൻ അനുവദിക്കില്ല എന്നും നീതിയിൽ അധിഷ്ഠിതമായൊരു റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം ഈ ദിനത്തിൽ തന്നെ നടത്തുക എന്ന് പറയുന്നത് അത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയ ബോധ്യമാണ്. നമുക്കറിയാം, ബാബരി മസ്ജിദ് അത് ഇന്ത്യയിലെ ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന അത് രൂപപ്പെട്ടതിൻ്റെ തന്നെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ബാബരി മസ്ജിദിൽ സംഭവിച്ചത് വലിയ അനീതിയാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായ നിലപാടുണ്ട്. ബാബരിയുടെ മണ്ണിൽ ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുക മാത്രമാണ് നീതി എന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഉറച്ചു വിശ്വസിക്കുന്നു. ആ ബാബരിയുടെ മണ്ണിൽ സുജൂദ് ചെയ്യണമെന്ന് ഇന്ത്യൻ മുസ്ലിമിൻ്റെ അടങ്ങാത്ത അഭിലാഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്ന് ഈ മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നു. അപ്പോൾ ആളുകൾ പറയും, കോടതി വിധി വന്നില്ലേ, കോടതി അത് തീരുമാനമാക്കിയതല്ലേ, ഇനി ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ. നമുക്കറിയാം, കോടതി വിധി എന്ന് പറയുന്നത് കേസ് ഒത്തുതീർക്കാനുള്ളൊരു ഫോർമുലയാണ്, അത് നീതിയല്ല. ഇവിടുത്തെ ഏത് വലിയ കോടതിയും അനീതി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അത് അനീതിയാണ് എന്ന് ഉറച്ചു പറയാൻ ബോധ്യമുള്ള ഒരു യുവത ഈ രാജ്യത്തിന്റെ തെരുവുകളിലുണ്ട് എന്ന ഉറച്ചൊരു പ്രഖ്യാപനം കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇത്തരം ഒരു സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അനീതി ഇവിടുത്തെ ഏത് ഭരണകൂടം സംസാരിച്ചാലും, അനീതി ഇവിടുത്തെ ഏത് കോടതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചാലും, ആ അനീതിക്കെതിരെ നീതിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അതിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മൂവ്മെൻറ്റ് കൃത്യമായ നിലപാടുണ്ട്. ബാബരിയുടെ മണ്ണിൽ ബാബരി പുനഃസ്ഥാപിക്കണം. പള്ളി പൊളിച്ചവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് അവിടെ ഇനിയും വീണ്ടും ഒരു ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കണം. ഇത് നമ്മളുടെ നിലപാടാണ്. ഈ നിലപാട് നമ്മൾ നിരന്തരം ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ നിരന്തരമായി നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ബാബരി മസ്ജിദ് പൊളിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിമിനോട് ചെയ്ത ഒരു അനീതിയാണ് എങ്കിൽ അവിടെ ഒരു വിവാദ ക്ഷേത്രം പണിയുക എന്ന് പറയുന്നത് അതൊരു ഇരട്ട അനീതിയാണ്. ഇത്തരം ഇരട്ട അനീതികളെ
മൗനം കൊണ്ട് അതിജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ രാജ്യത്തിൻ്റെ ക്യാമ്പസുകളിലും തെരുവുകളിലും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല ആളുകളും നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും കോടതി തീരുമാനിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സംഘ് പരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് തലവെച്ച് കൊടുക്കുന്ന സ്വഭാവത്തിൽ വിവാദ ക്ഷേത്രത്തെ പുല്ലുകുന്ന, പലപ്പോഴും നമ്മൾ മതേതര പക്ഷത്താണ് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന പല ആളുകളും ഓരോ ദിവസം ചെല്ലുന്തോറും സംഘ് പരിവാർ പക്ഷത്തേക്ക് കൂടേറുന്ന നമ്മളിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കൃത്യതയില്ലാത്ത മതേതര പക്ഷത്ത് നിന്ന് വോട്ട് വാങ്ങിക്കൊണ്ട് സംഘ് പരിവാറിന് വിടുപണി ചെയ്യുന്ന എംപിമാർ രാജ്യത്തുണ്ട്. അവരോടുള്ള ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് തിരുവനന്തപുരം ലോ കോളേജിൽ ഫ്രട്ടേണിറ്റിയുടെ സഹപ്രവർത്തകർ നടത്തിയത്. ശശി തരൂർ എന്ന് പറയുന്ന MP ഇവിടുത്തെ BJP വിരുദ്ധതയെ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ട് പാർലമെന്റിനകത്തേക്ക് നടന്നു കയറിയിട്ട് അവിടെ BJPക്ക് പരവതാനി വിരിച്ചാൽ നിങ്ങൾ തെരുവുകളിലൂടെ സ്വസ്ഥമായി സഞ്ചരിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന ഒരു ഉറച്ച പ്രഖ്യാപനം തന്നെയാണ്. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഒരു തലമുറ ഇവിടുത്തെ തെരുവുകളിലുണ്ട്. അത് എത്രയൊക്കെ ശക്തിയുള്ള ഭരണകൂടമായാലും എത്രയൊക്കെ ശക്തിയുള്ള കോടതികളായാലും ആ ചോദ്യം ചെയ്യൽ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന ഒരു ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു പിന്നിൽ നടന്നിട്ടുള്ള വലിയ രാഷ്ട്രീയ അജണ്ടകളെ കുറിച്ച് നമുക്കറിയാം. ബാബരി മസ്ജിദ് തകർക്കാൻ എന്തുകൊണ്ടാണ് ഡിസംബർ 6 തന്നെ സംഘ് പരിവാർ തെരഞ്ഞെടുക്കുന്നത് എന്ന് അത് വളരെ പകൽ പോലെ വ്യക്തമാണ്. നമുക്കറിയാം, ഡിസംബർ 6 എന്ന് പറയുന്നത് അത് അംബേദ്കറിന്റെ ദിനമാണ്. രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസിയെ കുറിച്ച് സംസാരിച്ച, പിന്നോക്ക ജനസമൂഹങ്ങളുടെ വിമോചനത്തെ കുറിച്ച് സംസാരിച്ച, സാഹോദര്യ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ച വലിയൊരു സാമൂഹിക പരിഷ്കർത്താവാണ് അംബേദ്കർ എന്ന് പറയുന്നത്. ഇവിടുത്തെ നിലനിൽക്കുന്ന സവർണാധിപത്യ ഭരണത്തിനെതിരെ അവർ കാലങ്ങളായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട സമൂഹങ്ങളുടെ വിമോചനത്തിന് വേണ്ടി പുതിയൊരു രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് രൂപപ്പെടുത്തിയ മഹാനായ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ ആഘോഷിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയം ഇവിടെ വളർന്നു വരരുത് എന്നും, മറിച്ച് ആ ദിവസം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടത് ബാബരി മസ്ജിദിന്റെ ധ്വംസനം, അതല്ലെങ്കിൽ രാമജന്മഭൂമി മൂവ്മെന്റിന്റെ വിജയം എന്ന സ്വഭാവത്തിലായിരിക്കണമെന്ന് പറയുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ആ ഡിസംബർ 6 തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. വളരെ കൃത്യമായ രാമജന്മഭൂമി മൂവ്മെന്റ് വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്കതിൽ കാണാൻ കഴിയും. നമുക്കറിയാം, 1979, 80കളിലാണ് രാജ്യത്ത് മണ്ഡൽ കമ്മീഷൻ നിലവിൽ വരുന്നത്. മണ്ഡൽ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ നമുക്കറിയാം, രാജ്യത്തെ പിന്നോക്ക സമൂഹങ്ങൾ കാലങ്ങളായി തങ്ങൾ ജാതി വ്യവസ്ഥയുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന് യാതൊരു അവകാശങ്ങളുമില്ലാതെ ബ്രിട്ടീഷ് ഭരണകൂടം മാറി തദ്ദേശീയരായ ഭരണകൂടം വന്നിട്ട് ഈ രാജ്യത്തിന്റെ സാമൂഹിക വിഭവങ്ങളിൽ, ഇവിടുത്തെ ഭരണാധികാരത്തിൽ, ഇവിടുത്തെ വിഭവങ്ങളുടെ വിതരണത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, ഭൂമിയുടെ അവകാശങ്ങളിലൊന്നും തങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ലാതെ നരക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങൾക്കിടയിലേക്കാണ് സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. രാജ്യത്തെ പിന്നോക്ക സമൂഹങ്ങൾ, മുസ്ലിം ജനസമൂഹങ്ങൾ, വ്യത്യസ്ത കമ്മ്യൂണിറ്റികളുടെ ഒരു രാഷ്ട്രീയ ഐക്യം എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയ ആശയത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിടെയാണ് സംഘ് പരിവാറിന്റെ അതികൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കാണുന്നത്. രാമജന്മഭൂമി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് വ്യത്യസ്ത സമൂഹങ്ങളായി ചിതറിക്കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു. പലയിടത്തും പല ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. എന്നാൽ രാമൻ എന്ന് പറയുന്ന ഒരു സാർവദേശീയമായ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ രാമന് പുരാണങ്ങളിൽ പലപ്പോഴും ക്ഷമയുടെയും സഹനത്തിന്റെയും ഒക്കെ മുഖമാണ് എങ്കിൽ അക്രമാസക്തനായ ഒരു രാമനെ ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ട് അതിന് ജനതാ സർക്കാരിൽ മന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും ഒക്കെ വാർത്താ വിതരണ പ്രക്ഷേപ മന്ത്രിയായിരിക്കുന്ന കാലത്ത്
രാമായണം സീരിയൽ പോലെയുള്ള സീരിയലുകൾ ആരംഭിച്ച് ഇന്ത്യയൊട്ടാകെ ഒരു രാമൻ എന്ന് പറയുന്ന ഒരു ബിംബത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ രാമന്റെ ജന്മഭൂമി ഇവിടുത്തെ മുസ്ലിങ്ങൾ കവർന്നെടുത്തതാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് അവർ രാമന്റെ ജന്മഭൂമി കവർന്നെടുത്തു, അത് തിരിച്ചു പിടിക്കണമെന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ യൂണിഫിക്കേഷന്റെ ഒരു രാഷ്ട്രീയത്തെയാണ് സംഘ് പരിവാർ മുന്നോട്ട് വെച്ച് പോയത് നമുക്ക് കാണാൻ കഴിയും. അതിൽ അദ്വാനിയുടെ രഥയാത്ര നടക്കുന്നു, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു, ആയിരക്കണക്കിന് മനുഷ്യരത് കൊന്നൊടുക്കുന്നു. ഇങ്ങനെ ഈ രാജ്യത്ത് രൂപപ്പെട്ട പുതിയൊരു രാഷ്ട്രീയ ഉണർവിനെ അതിവിദഗ്ധമായി തച്ചുടച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ യൂണിഫിക്കേഷനിലൂടെ സംഘ് പരിവാറിന് അനുകൂലമായ ഒരു രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിലൂടെ ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യയിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാബരി മസ്ജിദിന്റെ ധ്വംസനം എന്ന് പറയുന്നത് കേവലം ഒരു പള്ളി പൊളിക്കൽ മാത്രമല്ല, അതിന് കേവലമായ ഒരു പള്ളി പൊളിക്കൽ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ബാബരി മസ്ജിദിന്റെ ധ്വംസനം എന്ന് പറയുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ ഉറപ്പിച്ചു നിർത്തിയ, അതിന് അടിവേര് നൽകിയ, അതിന് ശക്തി നൽകിയ, അതിന് രാഷ്ട്രീയ അധികാരം നൽകിയ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ബാബരി മസ്ജിദിന്റെ ധ്വംസനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ബാബരി മസ്ജിദിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമുണ്ട്. നമ്മൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ രാഷ്ട്രീയത്തിനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം മതേതര ഇന്ത്യയുടെ ആ ഫ്രെയിം വർക്കിനുള്ളിൽ മുസ്ലിം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പലപ്പോഴും അപരവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. ബാബരി മസ്ജിദിന്റെ രാഷ്ട്രീയം നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി മുസ്ലിം ക്വസ്റ്റ്യൻസ് ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള നിങ്ങളുടെ വിയോജിപ്പുകൾ പൂർണ്ണമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവിടെ മുസ്ലിം ക്വസ്റ്റ്യനുകളെ കൃത്യമായി ഉന്നയിക്കാൻ, അതിനെ രാഷ്ട്രീയ ചോദ്യമാക്കി മാറ്റി നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം പൂർണ്ണമാവുക. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് അതിവിടുത്തെ കോടതികളും ഭരണകൂടവും എത്രയൊക്കെ വിധിച്ചാലും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിനിറങ്ങുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നീതിനിഷേധങ്ങൾ ആരൊക്കെ നടത്തിയാലും നമുക്ക് നിരന്തരം തെരുവുകളിൽ സംസാരിക്കാൻ കഴിയണം. സാമൂഹ്യ നീതി ഈ രാജ്യത്ത് രൂപപ്പെടുമ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു സംഗതിയായിക്കൊണ്ട് ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആവശ്യത്തെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയത്തെയാണ് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ എല്ലാവിധ ഹിംസകളോടും കൂടി തന്നെ സമഗ്രാധിപത്യം, നമുക്കറിയാം പോസ്റ്റ് ബാബരിക്ക് ശേഷം, അതല്ലെങ്കിൽ പോസ്റ്റ് ബാബരി വേർഡിക്ക് ശേഷം ഹിന്ദുത്വ ഇന്ത്യ എന്ന് പറയുന്നത് അതിന്റെ എല്ലാവിധ സംവിധാനങ്ങളും, ഭരണകൂടവും ജുഡീഷ്യറിയും മുഴുവൻ സംവിധാനങ്ങളും തങ്ങളുടെ സമഗ്രാധിപത്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായുള്ള പോരാട്ടം എന്ന് പറയുന്നത് അത് ശക്തമായൊരു പോരാട്ടം അനിവാര്യമാണ്. പലപ്പോഴും ആളുകൾ പറയും അത് വിജയിക്കാത്ത പോരാട്ടമാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പല ആളുകൾ ഇപ്പോഴേ കീഴൊതുങ്ങി കഴിഞ്ഞു, ഞങ്ങൾ പിന്നെ മത്സരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴേ പല ആളുകളും BJP പാളയത്തിലേക്ക് തിരിച്ചു ചേക്കാറാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പേ തോറ്റു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മതേതര സമൂഹത്തെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംഘ് പരിവാർ അതിൻ്റെ സമഗ്രാധിപത്യവും ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച പല സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തിയ പാരമ്പര്യമുള്ള ഒരു വിദ്യാർത്ഥി തലമുറയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന് ഞാൻ വളരെ ആർജവത്തോടെ പറയും. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൗരത്വ ബില്ലിനെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് മതേതര സംവിധാനങ്ങളും അതിനോട് രാജിയായപ്പോൾ ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹിന്ദുത്വ വംശീയ പദ്ധതിക്ക് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ച ഈ രാജ്യത്തിൻ്റെ ക്യാമ്പസുകൾ നമുക്ക് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷകളെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. അമിത്ഷായുടെ ഒരു ബാരക്കുകൾക്ക് മുമ്പിലും കീഴൊതുങ്ങാൻ നമ്മൾ തയ്യാറല്ല. നരേന്ദ്രമോദിയുടെ
നരേന്ദ്രമോദിയുടെ ഒരു ഭീഷണികൾക്കും വംശഹത്യാ പദ്ധതികൾക്കും മുമ്പിലും നമ്മൾ കീഴൊതുങ്ങാൻ തയ്യാറല്ല. മറിച്ച് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ സാമൂഹ്യ നീതിയുടെ ശബ്ദവുമായി ഹിന്ദുത്വ വംശീയ പദ്ധതിക്കെതിരെ ശക്തമായി പോരാടാൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുൻനിരയിൽ തന്നെ ഉണ്ടാവുമെന്ന ഒരു ഉറച്ച പ്രഖ്യാപനം മാത്രം നടത്തിക്കൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി.